അതായത് നമ്മളൊരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ, പാർഷ്യലിയോ ഫുള്ളിയോ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ബോഡിയിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സിനെ, ഈ ഒരു അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയൻസി എന്ന് പറയുന്നത്. ബോയൻസി അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയൻസി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ വെയിറ്റ് എന്ത് ചെയ്യും? ഡൗൺവേർഡ്, താഴോട്ടേക്ക് ആക്ട് ചെയ്യും. ആ വെയിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോഡി അല്ലെങ്കിൽ ബോഡിയിൽ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയൻസി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ബോളൊക്കെ എടുത്തിട്ട് ഒരു വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾ എന്ത് ചെയ്യും? വാട്ടറിന്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്തിരിക്കും. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ കാരണം എന്താണ്? ആ ബോളിന്റെ വെയിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് വാട്ടർ അതിലേക്ക് ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് കാരണമാണ്. ഈ ഒരു അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഒരു വുഡൻ ബ്ലോക്ക് നമ്മൾ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ വുഡൻ ബ്ലോക്കിൽ എന്ത് ഉണ്ടാവും? അതിൻ്റെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യും. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ വാട്ടർ ഈ വുഡൻ ബ്ലോക്കിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഒരു അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഏത് പോയിന്റിലൂടെ ആയിരിക്കും? പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും. അതുപോലെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ബോയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് അപ്ലിക്കേഷനെയാണ് നമ്മൾ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വെയിറ്റ്, ബോഡിയുടെ വെയിറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബോയന്റ് ഫോഴ്സ് ഏതിലൂടെയാണ് അപ്വേർഡ് ആക്ട് ചെയ്യുക? സെന്റർ ഓഫ് ബോയൻസിയിലൂടെയാണ് അപ്വേർഡ് ആക്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വുഡൻ ബ്ലോക്ക് നോക്കുവാണെങ്കിൽ, ഈ വുഡൻ ബ്ലോക്കിന്റെ വെയിറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. ബോയന്റ് ഫോഴ്സ് സെന്റർ ഓഫ് ബോയൻസിയിലൂടെ മുകളിലോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. ഇനി എവിടെയാണ് ഈ സെന്റർ ഓഫ് ബോയൻസിയുടെ പൊസിഷൻ ഉണ്ടാവുക? നമുക്കറിയാം, നമ്മളൊരു ബോഡി ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഒരു ഡെഫിനിറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. ആ ബോഡി ഒരു ഇമ്മേഴ്സ് ചെയ്ത അത്രയും പാർട്ടിനനുസരിച്ചിട്ട് ഒരു ഡെഫിനിറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യും. ഈ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം ഓഫ് ഫ്ലൂയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഈ വുഡൻ ബ്ലോക്ക് നമ്മൾ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യുകയാണ്. ഇത് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ചെയ്തിട്ടില്ല. ഈ റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്കിന്റെ സെന്റർ എന്ന് പറയുന്നതായിരിക്കും എന്ത്? അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. വെയിറ്റ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് സെന്ററിലൂടെ ആയിരിക്കും. പക്ഷെ ഇത്രയും പാർട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇവിടെ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പാർട്ടിന്റെ വോളിയം അല്ലെ ഇത്രയും വോളിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും എന്ത്? സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന അത്രയും പാർട്ടിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും എന്ത്? സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അതായത് ഡിസ്പ്ലേസ് ചെയ്യുന്ന, നമ്മുടെ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡ് വോളിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് ഈ സെന്റർ ഓഫ് ബോയൻസി എന്നുള്ള പോയിന്റ്. ഇവിടെ ഈ ഒരു സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, പാർഷ്യലി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ സെന്റർ ഓഫ് ബോയൻസി എന്തായിരിക്കും? സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ഒരു റെഗുലർ ബ്ലോക്ക് ആയതുകൊണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏതാണ്? അതിന്റെ സെന്ററിലാണ്. പക്ഷേ ഈ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്ന ഇത്രയും പാർട്ട് മാത്രമേ ഇവിടെ ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളൂ. അത്രയും വോളിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഫിഗറിൽ ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇമ്മേഴ്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് ബോയൻസി എന്തായിരിക്കും? കോയിൻസൈഡ് ചെയ്യും. കാരണം ഈ ബ്ലോക്കിന്റെ അത്രയും വോളിയം തന്നെ എന്ത് ചെയ്യും? ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം പോയിന്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഈ ബോയൻസി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. വെൻ എ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ഐദർ wholly or partially, it is lifted by a force which is equal to weight of fluid displaced by the body. അതായത് നമ്മളൊരു ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡിയിലൊരു അപ്വേർഡ് ഫോഴ്സ്, അതായത് ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ബോയന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ബോഡി ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്?
ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ബോയൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഒരു 4 ന്യൂട്ടൺ വേ ചെയ്യുന്ന വെയിറ്റുള്ള ഒരു ബോഡി, എയറിൽ 4 ന്യൂട്ടൺ വെയിറ്റുള്ള ഒരു ബോഡി നമ്മളൊരു ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുകയാണ്. ഈ ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ വെയിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 ന്യൂട്ടൺ ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ വെയിറ്റ് 4 ന്യൂട്ടൺ ആണ്. അത് ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അതിലൊരു ബോയൻ്റ് ഫോഴ്സ് വെയിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ന്യൂട്ടൺ ആണ്. അതുകൊണ്ടാണ് ഫൈനലി വെയിറ്റ് 1 ന്യൂട്ടൺ കാണിക്കുന്നത്. ഈ 3 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ ഈ ബോഡി ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ഈ 3 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതായത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ബോഡി ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മളൊരു ബോഡി ഒരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ, ഒരു ബോഡി ഒരു ലിക്വിഡിൻ്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അതായത് ഈ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഏതിന് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു? ബോയൻ്റ് ഫോഴ്സിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതായത് വെയിറ്റ് ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ബോയൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ, ഫ്ലോട്ടിംഗ് കണ്ടീഷനാണ് പറയുന്നത്, ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ വെയിറ്റ് ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ബോയൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഈ ബോഡിയുടെ ഡെൻസിറ്റി റോ ബിയും വോളിയം വി ബിയും ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഓഫ് ബോഡി റോ ബി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് ബോഡി. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആയിരിക്കും. അതായത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ് എന്ന് എഴുതാം. അപ്പോൾ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ വെയിറ്റ് ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് സബ്മർജ്ഡ് ബോഡീസ്. നമ്മൾ എപ്പോഴാണ് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്? ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിലും സബ്മർജ്ഡ് ബോഡി ആണെങ്കിലും നമ്മൾ ഒരു ബോഡി എപ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്? നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു സ്ലൈറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഇൻറ്റേർണൽ ഫോഴ്സസ് കാരണം തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള ബോഡിയാണെന്ന് പറയാം. ഇനി ആദ്യം നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം ഓഫ് സബ്മർജ്ഡ് ബോഡിയാണ്. സബ്മർജ്ഡ് ബോഡീസിൻ്റെ കേസിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്കറിയാം. ഒരു സബ്മർജ്ഡ് ബോഡിയുടെ കേസിൽ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസിയും എന്തായിരിക്കും? ഫിക്സഡ് പൊസിഷൻസ് ആയിരിക്കും. അതായത് സബ്മർജ്ഡ് ബോഡിയുടെ കേസിൽ എന്തായിരിക്കും? ബോഡി കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആയിരിക്കും, ലിക്വിഡിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആയിരിക്കും. ആ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസിയും എന്തായിരിക്കും? ഫിക്സഡ് പോയിന്റുകളായിരിക്കും. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെൻറ്റർ ഓഫ് ബോയൻസിയുടെയും റിലേറ്റീവ് പൊസിഷനാണ് നമ്മുടെ ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണോ എന്ന്, അല്ലെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണോ എന്ന് പറയുന്നത്. അതായത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെൻറ്റർ ഓഫ് ബോയൻസിൻ്റെയും പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും ബോഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ നോക്കാം. അപ്പോൾ എന്താണ് ഒരു ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയാനുള്ള കണ്ടീഷൻ? അതായത് നമ്മളൊരു സ്ലൈറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ബോഡിയിൽ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബോഡി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതായത് ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുക നിങ്ങൾ. ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ, ഒരു സബ്മർജ്ഡ് ബോഡിയുടെ കേസിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് സെൻറ്റർ ഓഫ് ബോയൻസിയേക്കാൾ താഴെയായിരിക്കണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും സെൻറ്റർ ഓഫ് ബോയൻസിനേക്കാൾ താഴെയായിരിക്കും ഒരു സബ്മർജ്ഡ് ബോഡിയുടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഇത് ആദ്യത്തെ ഫിഗർ എന്താണ്? അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം പൊസിഷനാണ്. നമ്മൾ അതിനെ സ്ലൈറ്റ്ലി റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ ഈ സെൻറ്റർ ഓഫ് ബോയൻസിയുടെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും പൊസിഷൻ എന്താവും? സെൻറ്റർ ഓഫ് ബോയൻസി റൈറ്റിലേക്ക് വന്നു. അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസിയിലൂടെ ഒരു അപ്വേർഡ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഡൗൺവേർഡ് ഫോഴ്സ് വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് ടിൽറ്റ് ചെയ്തതെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു കപ്പിൾ ഇവിടെ ഫോം ചെയ്യും.
ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു കപ്പിൾ ഫോം ചെയ്യും. അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യും? ഇത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ സബ്മേർജ്ഡ് ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും എവിടെയായിരിക്കും? സെൻറ്റർ ഓഫ് ബോയൻസിയേക്കാൾ താഴെയായിരിക്കും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ബിലോ സെൻറ്റർ ഓഫ് ബോയൻസി. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതായത് ബോഡിയെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറിപ്പോവാണെങ്കിൽ അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അതൊരു അൺസ്റ്റേബിൾ കണ്ടീഷൻ ആണെന്ന് പറയാം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ബോഡിയാണെന്ന് പറയാം. ഇവിടെ ഒരു ബോഡി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിയേക്കാൾ മുകളിലായിരിക്കണം. അതായത് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യും? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യും. സെൻറ്റർ ഓഫ് ബോയൻസിയിലൂടെ ബോയൻ്റ് ഫോഴ്സ് മുകളിലോട്ടേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന കപ്പിള് അതിനെ ഫർദർ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ എഫക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യും? ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് കൂടുതൽ ദൂരത്തേക്ക് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ അതെന്താണ്? അത് ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. അതായത് ബോഡി നമ്മൾ ഒരു സ്ലൈറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയുടെ മുകളിലായിരിക്കും. അവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് സെൻറ്റർ ഓഫ് ബോയൻസിയുടെ മുകളിലായിരിക്കും. ഇനി നെക്സ്റ്റ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോഡിയെ ഒരു സ്ലൈറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ന്യൂ പൊസിഷനിൽ എന്ത് ചെയ്യുന്നു? റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയ പൊസിഷനിൽ, പുതിയ ഇക്വിലിബ്രിയം പൊസിഷനിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇവിടെ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായിരിക്കും? കോയിൻസൈഡ് ചെയ്യും. അതായത് സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പൊസിഷൻ ആയിരിക്കും. ഒരു സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും എന്തായിരിക്കും? സെയിം പൊസിഷൻ ആയിരിക്കും അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഒരു സബ്മേർജ്ഡ് ബോഡീസിന്റെ കേസിൽ ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാസെൻറ്റർ. ഇവിടെ നമ്മൾ പറയുന്നത് ഫ്ലോട്ടിംഗ് ബോഡിയുടെ കണ്ടീഷനാണ്. ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ബോഡി കൺസിഡർ ചെയ്യാം. ഈ ബോഡിയെ നമ്മളൊരു സ്ലൈറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഈ ബോഡിയെ നമ്മൾ സ്ലൈറ്റ് ആയിട്ടൊന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ബോഡി ഒരു പർട്ടിക്കുലർ പോയിന്റിന് അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. ഒരു ഫ്ലോട്ടിംഗ് ബോഡിയെ നമ്മൾ സ്ലൈറ്റ് ആയിട്ടൊന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഒരു ഇമാജിനറി പോയിന്റിന് അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഇത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയാണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ്, സെൻറ്റർ ഓഫ് ബോയൻസി ഇതാണ്. അത് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയും സെൻറ്റർ ഓഫ് ബോയൻസിലൂടെയും പാസ് ചെയ്യുന്ന നോർമൽ ആക്സിസ് ആണിത്. നമ്മൾ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്താണ് ഈ സെക്കൻഡ് ഫിഗറിൽ കാണിക്കുന്നത്. ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പോയിന്റിന് എന്ത് സംഭവിക്കില്ല? ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ ഒരു പോയിന്റ് തന്നെയായിരിക്കും. അതേസമയം സെൻറ്റർ ഓഫ് ബോയൻസി പുതിയ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. ഈ സെൻറ്റർ ഓഫ് ബോയൻസി എന്ത് ചെയ്യും? റൈറ്റിലേക്ക് കുറച്ചുകൂടെ മൂവ് ചെയ്യും. ഇങ്ങനെ റൈറ്റിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ സെൻറ്റർ ഓഫ് ബോയൻസിയിലൂടെ ആക്ട് ചെയ്യുന്ന ബോയൻ്റ് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ നോർമൽ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ടായിരിക്കും ബോഡി എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ബോയൻ്റ് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും നോർമൽ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. ആ മെറ്റാസെൻറ്ററിന് അബൌട്ട് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബോഡി ടിൽറ്റ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്തില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ സെൻറ്റർ ഓഫ് ബോയൻസി പുതിയ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. ആ സെൻറ്റർ ഓഫ് ബോയൻസിയിലൂടെ ആക്ട് ചെയ്യുന്ന ബോയൻ്റ് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ നോർമൽ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും മെറ്റാസെൻറ്റർ. ആ മെറ്റാസെൻറ്ററിന് അബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക? ബോഡി ഓസിലേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള പോയിന്റും മെറ്റാസെൻറ്ററും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാസെൻറ്ററും തമ്മിൽ നോർമൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് മെറ്റാസെൻറ്റർ.
ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. മെറ്റാസെൻട്രിക് ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ GM എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറിൽ GM എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് മെറ്റാസെൻറ്റർ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്. ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഒരു ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കണമെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് മെറ്റാസെൻറ്റർ റിമെയിൻസ് ഹയർ ദാൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ബോഡി. മെറ്റാസെൻറ്ററിൻ്റെ പൊസിഷൻ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ മുകളിലായിരിക്കണം. അതായത് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഫിഗർ നോക്കുക. ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ബോൺസിയുടെ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബോഡി ഒരു സ്ലൈറ്റ്ലി റൈറ്റിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ബോയൻസി എന്തായി, സെൻറ്റർ ഓഫ് ബോയൻസി പുതിയ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. അവിടെ നമുക്ക് ഈ സെൻറ്റർ ഓഫ് ബോയൻസിയിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ, ബോയിൻ്റ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും നോർമൽ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് എന്ത്, മെറ്റാ സെൻറ്റർ. അപ്പോൾ ഈ കേസിൽ മെറ്റാ സെൻറ്റർ എന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യും, മെറ്റാ സെൻറ്ററിൽ അല്ലെങ്കിൽ ബോയൻസിയിലൂടെ വെയിറ്റ് മുകളിലേക്ക്, ബോയൻ്റ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒരു കപ്പിള് ഫോം ചെയ്യുന്നത്, ആ കപ്പിള് ഈ ബോഡിയെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യും. ഈ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഒരു ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ, ഒരു ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവണമെങ്കിൽ മെറ്റാ സെൻറ്റർ എന്തായിരിക്കണം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ മുകളിലായിരിക്കണം. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ മെറ്റാ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ താഴെയായിരിക്കും. ഒരു ബോഡിയുടെ കേസിൽ ഒരു ഫ്ലോട്ടിംഗ് ബോഡി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മെറ്റാ സെൻറ്റർ എന്തായിരിക്കും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ താഴെയായിരിക്കും. ഈ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്, സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ ഈ ഒരു ബോഡിയെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് സ്ലൈറ്റ്ലി ഒന്ന് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്തു. റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റാ സെൻറ്റർ എവിടെയാണ് വരുന്നത്, ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ താഴെയാണ്. അപ്പോൾ ബോയൻ്റ് ഫോഴ്സ് ഇതുവഴി മുകളിലേക്ക് ആക്ട് ചെയ്യും, വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഫോം ചെയ്യുന്ന കപ്പിൾ എന്താണ്, വീണ്ടും ഈ ബോഡിയെ റൈറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് ദൂരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ പൊസിഷൻ ഓഫ് മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ താഴെയായിരിക്കും. ഇനി ന്യൂട്രൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പൊസിഷൻ ഓഫ് മെറ്റാ സെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കോയിൻസൈഡ്സ്. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാ സെൻറ്റർ എന്തായിരിക്കും, സെയിം പോയിന്റിലായിരിക്കും. മെറ്റാ സെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഫ്ലോട്ടിംഗ് ബോഡി ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മെറ്റാ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ മുകളിലായിരിക്കും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ മെറ്റാ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ താഴെയായിരിക്കും. ന്യൂട്രൽ ഇക്വിലിബ്രിയം കണ്ടീഷന്റെ കേസിൽ മെറ്റാ സെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് GM = BM ± BG. ഈ GM എന്ന് പറയുന്നത് എന്താണ്, മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ GM എന്ന് പറയുന്നത്. BM എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. നോർമൽ ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ BM എന്ന് പറയുന്നത്. BG എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഈ ഇക്വേഷൻ GM = BM ± BG എന്ന് പറയും. ഇതിൽ പ്ലസ് സൈന് വരുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിയേക്കാൾ താഴെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും, GM = BM + BG എന്ന് വരും. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിയേക്കാൾ മുകളിലാണെങ്കിൽ ഈ ഇക്വേഷൻ GM = BM - BG എന്ന് വരും. ഇനി ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് സെൻറ്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെൻറ്ററും തമ്മിലുള്ള ഈ BM എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് I minimum divided by V immersed, വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ്. അതായത് BM = I minimum divided by വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ്. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്, മിനിമം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. അതായത് ഫ്ലോട്ടിംഗ് സർഫസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, നമ്മുടെ ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ അതിന്റെ ടോപ്പ് നോക്കുമ്പോൾ കാണുന്ന ഫ്ലോട്ടിംഗ് സർഫസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് ആയിരിക്കും ഈ BM എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.
അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതിൻ്റെയാണ്? ഫ്ലോട്ടിംഗ് സർഫസിൻ്റെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്കാണ് ഫ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ, സിലിണ്ടറിക്കൽ ബ്ലോക്ക് വെർട്ടിക്കലി ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലോട്ടിംഗ് സർഫസ് നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ഒരു സർക്കിൾ ആയിരിക്കും. അവിടെ വരുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു സർക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ഇനി ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ ഫ്ലോട്ടിംഗ് സർഫസ് റെക്ടാങ്കിൾ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഒരു റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. അപ്പോൾ മിനിമം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് ആയിരിക്കും ഈ BM എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി അബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ്. ഇനി നെക്സ്റ്റ്, ഒരു ബോഡി അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസിന് അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ചിങ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ഷിപ്പ് കൺസിഡർ ചെയ്യുക. ഈ ഷിപ്പ് ഇതിൻ്റെ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോളിംഗ് എന്ന് പറയുന്നത്. ഈ ഷിപ്പിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ്, ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് റോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ചിങ് എന്ന് പറയുന്നത്. ഈ റോളിങ്ങിൻ്റെ കേസിലും പിച്ചിങ്ങിൻ്റെ കേസിലും മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. റോളിങ്ങിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് പിച്ചിങ്ങിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആയിരിക്കും. റോളിങ്ങിൻ്റെ കേസിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിച്ചിങ്ങിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റിനേക്കാൾ ലെസ് ആയിരിക്കും. അതിന് കാരണമുണ്ട്. കാരണം ഇവിടെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ, അതായത് ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T = 2π × √k² GM × G ആണ്. ഇതിൽ K എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബൌട്ട് ആയിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി. പിന്നെ GM എന്ന് പറയുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ്, G എന്താണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. 2π = √k² GM × G. ഇതിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്തായിരിക്കും? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയും. അതായത് ബോഡിയുടെ മെറ്റാസെൻട്രിക് ഹൈറ്റ് കൂടുമ്പോൾ ബോഡിയുടെ സ്റ്റെബിലിറ്റി കൂടും, പക്ഷേ എന്തായിരിക്കും? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയും. അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയുമ്പോൾ കംഫർട്ട്നെസ് കുറവായിരിക്കും. അപ്പോൾ ഒരു ഷിപ്പിൻ്റെയൊക്കെ കേസിൽ എപ്പോഴും റോളിംഗ് എന്ന് പറയുന്നത് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഓസിലേഷനാണ്. അത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കണം? ലെസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും? മെറ്റാസെൻട്രിക് ഹൈറ്റും കുറവായിരിക്കും. മെറ്റാസെൻട്രിക് ഹൈറ്റ് കുറയുമ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയുന്നതുകൊണ്ട് ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ടിൽറ്റ് എന്തായിരിക്കും? വളരെ പതുക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കംഫർട്ട്നെസ് ലെവൽ കൂടും. അപ്പം റോളിംഗ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി പിച്ചിങ് മെറ്റാസെൻട്രിക് ഹൈറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ ഫോർമുലയും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ T = 2π × √k² GM × G. ഇതിൽ T എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ്, K എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, I മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ബോഡി അബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഈ പാസഞ്ചർ ഷിപ്പിൻ്റെയൊക്കെ കേസിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും? മെറ്റാസെൻട്രിക് ഹൈറ്റ് വാർഷിപ്പിൻ്റെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അതായത് പാസഞ്ചർ ഷിപ്പിൻ്റെ കേസിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് വളരെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ വളരെ കുറയും. അതായത് കംഫർട്ട്നെസ് ലെവൽ കുറയും. പെട്ടെന്ന് തന്നെ ഈ ഷിപ്പിൻ്റെ ടിൽറ്റിങ് കൂടുന്നതുകൊണ്ട് തന്നെ കംഫർട്ട്നെസ് ലെവൽ കുറയും. അതേസമയം വാർഷിപ്പിൻ്റെ ഒക്കെ കേസിൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറവാണെങ്കിലും സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ പാസഞ്ചർ ഷിപ്പിൻ്റെ കേസിൽ വാർഷിപ്പിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇത്രയും ആണ് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക.